നമസ്കാരം. ഇന്ത്യ ഗവൺമെൻറ് പുതിയൊരു ഇലക്ട്രിക് വെഹിക്കിൾ പോളിസിക്ക് രൂപം നൽകിയിരിക്കുകയാണ്. ഇത് ഇന്ത്യൻ വാഹന വ്യവസായ രംഗത്തെയും ജനങ്ങളെയും ഏതെല്ലാം രീതിയിൽ സ്വാധീനിക്കുമെന്ന് നോക്കാം. ഇലക്ട്രിക് വാഹന നിർമ്മാണത്തിലെ ആഗോള ഭീമന്മാരെ ഇന്ത്യയിലേക്ക് ആകർഷിക്കാനുള്ള ഒരു തുറുപ്പുചീട്ടാണ് കേന്ദ്ര സർക്കാർ ഇപ്പോൾ ഇറക്കിയിരിക്കുന്നത്. ഇത്തരം കമ്പനികൾ ഇന്ത്യയിൽ കുറഞ്ഞത് $500 മില്യൺ നിക്ഷേപം നടത്തുകയാണെങ്കിൽ ഇമ്പോർട്ട് ഡ്യൂട്ടിയിൽ നല്ലൊരു ഇളവ് ഉണ്ടായിരിക്കും. അതായത് ഇവരുടെ ഒരു വിദേശ നിർമ്മിത കാർ $35,000-നും $40,000 ഇടയിൽ വില വരുന്നതാണെങ്കിൽ നിലവിൽ 70 മുതൽ 100% ഡ്യൂട്ടിയാണ് സർക്കാരിലേക്ക് അടയ്ക്കേണ്ടത്. അപ്പോൾ ആ വാഹനത്തിൻ്റെ വില ഗണ്യമായി കൂടും. അങ്ങനെ വരുമ്പോൾ ഇന്ത്യയിലെ മധ്യവർഗ സമൂഹത്തിന് എന്നും ആ വാഹനങ്ങൾ അപ്രാപ്യമായി തുടരും. എന്നാൽ ഇതേ വാഹന നിർമ്മാതാവ് ഇന്ത്യയിൽ $500 മില്യൺ മുടക്കി ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങുകയാണെങ്കിൽ അവരുടെ വാഹനം 15% ഡ്യൂട്ടിക്ക് ഇറക്കുമതി ചെയ്ത് വിൽക്കാൻ കഴിയും. ഇവിടെ നേട്ടം രണ്ടാണ്. ഇന്ത്യൻ ഉപഭോക്താവിനെ സംബന്ധിച്ച് പണ്ട് കൊടുത്തിരുന്ന വിലയുടെ ഏതാണ്ട് പകുതി വിലയ്ക്ക് വാഹനം ലഭിക്കും. രണ്ടാമതായി, ഇന്ത്യയിൽ പല കമ്പനികളും അവരവരുടെ മാനുഫാക്ചറിംഗ് യൂണിറ്റുകൾ സ്ഥാപിക്കുന്നതിനാൽ അധികം വൈകാതെ ഇന്ത്യ ഈ ഫീൽഡിൽ ഒരു ഗ്ലോബൽ ലീഡറായി മാറും. മേക്ക് ഇൻ ഇന്ത്യ പദ്ധതിയിലെ ഒരു നിർണായക ചുവടുവയ്പായിട്ടാണ് ഇന്ത്യൻ വാഹന വ്യവസായ രംഗത്തെ പ്രമുഖർ ഈ ഒരു തീരുമാനത്തെ കാണുന്നത്. ഇന്ത്യയിൽ കൂടുതൽ മാനുഫാക്ചറിംഗ് പ്ലാന്റുകൾ വരുന്നതോടെ ഓട്ടോ ആക്സിലറി യൂണിറ്റുകൾ ഉൽപ്പാദിപ്പിക്കുന്ന ഇന്ത്യൻ കമ്പനികൾക്കും ഇത് നേട്ടമാകും. സോനാകോംസും മദർസൺ ഗ്രൂപ്പും പോലെയുള്ള കമ്പനികൾ ഈ ഒരു തീരുമാനത്തെ വളരെ പോസിറ്റീവായിട്ടാണ് കാണുന്നത്. ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ ഈ തീരുമാനത്തിൽ വിയറ്റ്നാമീസ് കാർ കമ്പനിയായ വിൻഫാസ്റ്റും വളരെയധികം സന്തോഷം പ്രകടിപ്പിച്ചു. കാരണം ഈയിടെയാണ് അവർ തമിഴ്നാട്ടിലെ തൂത്തുക്കുടിയിൽ ഒരു പ്ലാന്റ് സ്ഥാപിക്കാനായി കരാറിൽ ഏർപ്പെട്ടത്. 4000 കോടി രൂപയുടെ നിക്ഷേപമാണ് ഇവർ ഇവിടെ നടത്തിയിരിക്കുന്നത്. പ്രതിവർഷം 1.5 ലക്ഷം യൂണിറ്റ് വാഹനങ്ങൾ നിർമ്മിക്കാൻ കഴിയുമെന്നാണ് അവകാശവാദം. ഇപ്പോൾ കേന്ദ്ര സർക്കാരിൻ്റെ ഈ തീരുമാനം വഴി ഇവർക്ക് ഒരു വർഷം 8000 കാറുകൾ കുറഞ്ഞ ഡ്യൂട്ടിയിൽ ഇറക്കുമതി ചെയ്ത് ഇന്ത്യയിൽ വിൽക്കാൻ കഴിയും. ഈ ഒരു സാധ്യതയായിരിക്കാം ലോകത്തിലെ പല വമ്പന്മാരെയും ഇന്ത്യയിലേക്ക് ആകർഷിക്കാൻ പോകുന്നത്. കൂടുതൽ വാർത്തകൾക്കായി നമുക്ക് കാത്തിരിക്കാം. താങ്ക് യു.